2026 മാർച്ച് മാസം യുദ്ധത്തിന്റെ കറുത്ത കാർമേഘങ്ങൾ വീണ്ടും പശ്ചിമേഷ്യയെ മൂടിയിരിക്കുന്നു. ആകാശത്ത് പോർവിമാനങ്ങളുടെ ഇരമ്പൽ മാറ്റൊലിക്കൊള്ളുമ്പോൾ ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു ഉറ്റുനോക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്: അമേരിക്കൻ സൈന്യം ഇറാനിൽ നേരിട്ട് ഒരു കരയുദ്ധത്തിന്, അതായത് ലാൻഡ് വാറിന് തയ്യാറാകുമോ? ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നാം കണ്ടതുപോലൊരു പൂർണ്ണമായ സൈനിക അധിനിവേശം ഇറാനിലും അമേരിക്ക ആവർത്തിക്കുമോ? ഇസ്രയേലുമായി സംയുക്തമായി അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളും ക്രൂയിസ് മിസൈലുകളും ഇതിനകം തന്നെ ഇറാന്റെ തന്ത്രപ്രധാനമായ ബിൽഡിംഗുകളിൽ അതിരൂക്ഷമായി പതിച്ചു കഴിഞ്ഞു. ഈ ആക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി കൊല്ലപ്പെട്ടു. എന്നിരുന്നാലും ഇറാനിൽ ഭരണമാറ്റം ഇപ്പോഴും ഉറപ്പായിട്ടില്ല. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇറാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ചർച്ചയ്ക്കുള്ള യാതൊരു കാരണവും ഇപ്പോൾ കാണുന്നില്ലെന്നും പറഞ്ഞു. ഇറാൻ കീഴടങ്ങാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് വ്യക്തം. എന്നാൽ വ്യോമാക്രമണങ്ങൾക്കപ്പുറം ഭരണമാറ്റത്തിനായി ഇറാന്റെ മണ്ണിൽ കരസേനയെ ഇറക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തീർത്തും വ്യത്യസ്തവും അപകടകരവുമായ ഒരു കളിയാണ്. അമേരിക്കയെ ഇതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന ഒന്നാമത്തെ ഘടകം ഇറാന്റെ സങ്കീർണമായ ഭൂമിശാസ്ത്രമാണ്. ചുട്ടുപൊള്ളുന്ന വിശാലമായ മരുഭൂമികളും പടിഞ്ഞാറ് അതിർത്തി കാക്കുന്ന സാഗ്രോസ് പർവ്വതനിരകളും വടക്കുള്ള എൽബർസ് നിരകളും ഇറാനെ ഭേദിക്കാൻ പ്രയാസമുള്ള ഒരു പ്രകൃതിദത്ത കോട്ടയാക്കി മാറ്റുന്നു. ഭൂരേഖാപരമായി നോക്കിയാൽ ഇറാഖിനേക്കാളും അഫ്ഗാനിസ്ഥാനേക്കാളും വളരെ വലുതാണ് ഇറാൻ. അതുകൊണ്ടുതന്നെ ദുർഘടമായ പർവ്വതങ്ങൾ കടന്നുള്ള ഒരു കരയുദ്ധം അമേരിക്കൻ സൈന്യത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പേടിസ്വപ്നമായി മാറിയേക്കാം. രണ്ടാമത്തെ കാരണം അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയവും ജനങ്ങളുടെ മനോഭാവവുമാണ്. മുൻകാലങ്ങളിൽ പശ്ചിമേഷ്യയിൽ നടത്തിയ നീണ്ട യുദ്ധങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയത് വലിയ സാമ്പത്തിക ബാധ്യതകളും വിലപ്പെട്ട ഒട്ടേറെ ജീവനുകളുടെ ത്യാഗവുമാണ്. ഇതിനകം തന്നെ 6 അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവൻ പല പശ്ചിമേഷ്യൻ ബേസുകളിലായി പൊലിഞ്ഞുകഴിഞ്ഞു. ഈ മരണങ്ങൾ ഇപ്പോൾ തന്നെ അമേരിക്കൻ സർക്കാരിൽ വൻ പ്രതിരോധം ചെലുത്തിത്തുടങ്ങി. കൂടാതെ 3 F-15 വിമാനങ്ങൾ ഫ്രണ്ട്ലി ഫയർ അഥവാ സഖ്യകക്ഷികളുടെ അറിയാതെയുള്ള ആക്രമണത്തിൽ വെടിയേറ്റ് തകർന്നു. ഇതിലെ മുഴുവൻ പൈലറ്റുമാരും പാരച്യൂട്ടിൽ രക്ഷപ്പെട്ടെങ്കിലും ഇത് വലിയൊരു അടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ജനത മറ്റൊരു വലിയ കരയുദ്ധത്തിന് ഒട്ടും അനുകൂലമല്ല. വ്യോമാക്രമണങ്ങൾ, നാവിക ഉപരോധങ്ങൾ, അത്യാധുനിക സൈബർ യുദ്ധങ്ങൾ എന്നിവയിലൂടെ ഇറാന്റെ പ്രതിരോധശേഷി തളർത്തുക എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ സുരക്ഷിതമായ തന്ത്രം. ഇറാന്റെ ഭരണമാറ്റം അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനായി സ്വന്തം കാലാൾപ്പടിയെ ബലികൊടുക്കാൻ അമേരിക്കൻ നേതൃത്വം പെട്ടെന്ന് തയ്യാറായേക്കില്ല. കൂടാതെ അമേരിക്കൻ സർക്കാരിലെ പലരും ഇതിനെ യുദ്ധം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്ക ഇതുവരെയും ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. കരയുദ്ധം നടത്തണമെങ്കിൽ ഇത് ആവശ്യമാണ്. അമേരിക്കയുടെ കോൺഗ്രസിന് മാത്രമാണ് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളത്. ചുരുക്കത്തിൽ ഉപരോധങ്ങളും വ്യോമാക്രമണങ്ങളും ശക്തമായി തുടരുമെങ്കിലും ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ ഇറാന്റെ മണ്ണിൽ യുദ്ധത്തിനായി കാൽകുത്താനുള്ള സാധ്യത നിലവിൽ വളരെ വിരളമാണ്. എങ്കിലും യുദ്ധത്തിൽ ഒന്നും അസാധ്യമല്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കരയുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് അമേരിക്കയിൽ നിന്നും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കാത്തതും ശ്രദ്ധേയമാണ്. ചെറിയൊരു തെറ്റിദ്ധാരണ മതി കാര്യങ്ങൾ കൈവിട്ടുപോകാൻ. ഇന്നത്തെ ആധുനിക യുദ്ധങ്ങൾ നടക്കുന്നത് അതിർത്തികളിലെ മണ്ണിലല്ല, മറിച്ച് ആകാശത്തെ ഡ്രോണുകളിലൂടെയും കമ്പ്യൂട്ടർ സ്ക്രീനുകളിലുമാണ്. വരും ദിനങ്ങളിൽ ഈ സംഘർഷം ഏത് ദിശയിലേക്ക് നീങ്ങും എന്നത് പശ്ചിമേഷ്യയുടെ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ഭാവി തീരുമാനിക്കും. കാത്തിരുന്നു കാണാം.